നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കാൻ തീരുമാനിച്ചതോടെ ആവേശത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ. സ്ഥാനാർത്ഥികൾ ജംഗ്ഷനുകൾ സന്ദർശിച്ച് വോട്ട് ചോദിക്കുമ്പോഴും കൺവെൻഷനുകളിൽ പങ്കെടുക്കാൻ എത്തുമ്പോഴുമെല്ലാം കേഡർ പാർട്ടിയായ CPM-നെ പിന്നിലാക്കുന്ന ജനപങ്കാളിത്തമാണ് കേരളത്തിലെ ഭൂരിഭാഗം മണ്ഡലങ്ങളിലെയും കാഴ്ച. ഇപ്പോഴത് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ കളക്ടറേറ്റുകളിൽ എത്തുമ്പോൾ പോലും സ്ഥിതി അത്തരത്തിൽ തന്നെയാണ്. വൻ ജനാവലിയാണ് തിരുവനന്തപുരം, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിയപ്പോൾ തലസ്ഥാനത്തെ കളക്ടറേറ്റിൽ കണ്ടത്. ആവേശം അണപൊട്ടിയ തരത്തിലുള്ള പ്രകടനങ്ങളായിരുന്നു അവ. രാഹുൽ ഗാന്ധിക്കും സ്ഥാനാർത്ഥികൾക്കും മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കളക്ടറേറ്റിന്റെ പ്രധാന കവാടം മുതൽ വിവിധ കോണുകളിൽ പ്രവർത്തകർ ഒത്തുകൂടിയിരുന്നു. ആറ്റിങ്ങലിലെ UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശാണ് പത്രിക സമർപ്പിക്കാൻ ആദ്യം എത്തിയത്. 12 മണിയോടെ സ്ഥാനാർത്ഥി വരണാധികാരിയായ കളക്ടർക്ക് മുൻപാകെ പത്രിക സമർപ്പിച്ചു. രാവിലെ 11 മണി കഴിഞ്ഞപ്പോൾ തന്നെ അടൂർ പ്രകാശ് കളക്ടറേറ്റിലെത്തി. ആറ്റിങ്ങലിലെയും തിരുവനന്തപുരത്തെയും കോൺഗ്രസ് പ്രവർത്തകർ ആവേശത്തോടെയാണ് അടൂർ പ്രകാശിനെ സ്വീകരിച്ചത്. കോന്നി MLA കൂടിയായ അടൂർ പ്രകാശിന് സ്വന്തം നിയമസഭാ മണ്ഡലത്തിലും ജന്മസ്ഥലമായ അടൂരിലും വലിയ ജനകീയ അടിത്തറയുണ്ട്. എല്ലാവരോടും വളരെയധികം നേരം സംസാരിച്ച അടൂർ പ്രകാശ് കോന്നിയിൽ നിന്ന് തന്നെ പിന്തുണയ്ക്കാൻ എത്തിയവരോട് നന്ദി അറിയിക്കുകയും ചെയ്തു. അതിനിടെ ചില വനിതാ പ്രവർത്തകർ നേതാവിനെ കുറിച്ച് നേരിട്ട് പറഞ്ഞത് കൂടി നിന്നവരിലെല്ലാം ചിരി പടർത്തിയിരുന്നു. ഇറങ്ങി ഓരോരുത്തരെ കാണാൻ ചെന്നപ്പോ ആ പോസ്റ്ററുള്ള ആള് തന്നെയാണോ ഇത്? തന്റെ പോസ്റ്റർ കണ്ട ഒരാൾ നേരിട്ട് കണ്ടപ്പോൾ ചോദിച്ചത് ഇത് ആ ചിത്രത്തിൽ തന്നെ കാണുന്ന ആളാണോ എന്നായിരുന്നുവെന്നും അടൂർ പ്രകാശ് പ്രതികരിച്ചു. കോൺഗ്രസ് നേതാക്കളായ വർക്കല കഹാർ, പാലോട് രവി എന്നിവർക്കൊപ്പമാണ് അടൂർ പ്രകാശ് പത്രിക സമർപ്പിച്ചത്. 2ാം ഘട്ട പ്രചാരണം സമാപിക്കുകയും 3ാം ഘട്ടത്തിലേക്ക് പോവുകയും ചെയ്തതോടെ താൻ പൂർണ്ണ വിജയപ്രതീക്ഷയിലാണെന്ന് അടൂർ പ്രകാശ് പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായ ഒരു വിശ്വാസത്തോടെയാണ്, ആത്മവിശ്വാസത്തോടെയാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത്. ഓരോ ദിവസം കഴിയും തോറും ആത്മവിശ്വാസം കൂടുതൽ പകർന്നുകൊണ്ട് ജനങ്ങളുടെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ഒരു കാര്യത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം, ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത് 101% ഈ ആറ്റിങ്ങൽ പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൽ നിന്നും വിജയം ഞാൻ കൈവരിച്ചിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല എന്ന് പറയേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും മാധ്യമ സുഹൃത്തുക്കളുടെ ഒക്കെ എല്ലാ വിധത്തിലുള്ള സഹകരണവും സഹായങ്ങളും ഈ കാര്യങ്ങൾ ഉണ്ടാകണമെന്ന് ഞാൻ പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിന് പിന്നാലെയാണ് തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി ശശി തരൂർ പത്രിക സമർപ്പിക്കാൻ എത്തിയത്. കളക്ടറേറ്റിലെ നിരവധി ജീവനക്കാരും വിവിധ ആവശ്യങ്ങൾക്ക് എത്തിയവരും ഓരോ നിലയുടെയും ബാൽക്കണികളിൽ ശശി തരൂരിനെ കാണാൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. വന്നിറങ്ങിയതോടെ തരൂർ കൈവീശി കാണിച്ചപ്പോൾ പലരും തിരിച്ചും കൈവീശി. നിരവധി പ്രവർത്തകരുടെ അകമ്പടിയോടെയും മുദ്രാവാക്യം വിളിച്ചുമാണ് തരൂരിനെ സ്വീകരിച്ചത്. 12:15 ശശി തരൂർ പത്രിക സമർപ്പിച്ചത്. ഇതിന് പിന്നാലെ ഇംഗ്ലീഷിലായിരുന്നു അദ്ദേഹത്തിന്റെ സത്യവാചകം. As a candidate to fill a seat in the House of the People, do swear in the name of God that I will bear true faith and allegiance to the Constitution of India as by law established, and that I will uphold the sovereignty and integrity of India. തനിക്ക് പൂർണ്ണ ആത്മവിശ്വാസമുണ്ടെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. എനിക്ക് ഒരു സംശയവുമില്ല, ഈ തവണ തിരുവനന്തപുരത്തിൻ്റെ നിവാസികൾ എനിക്ക് നൽകിയ വിശ്വാസം വീണ്ടും കഴിഞ്ഞ തവണക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ എനിക്ക് കിട്ടുന്നു. എനിക്കറിയാം അവരെ ഒരു വലിയ തീരുമാനമെടുക്കേണ്ടത് ആരാണ് അവരുടെ പ്രതിനിധിയായിട്ട് തിരുവനന്തപുരത്തിൻ്റെ ശബ്ദത്തിനെ ഡൽഹിയിൽ കേൾപ്പിക്കാൻ കഴിവുള്ള ഒരു വ്യക്തി, ആരാണ് ദേശീയവേദിയിലും ആവശ്യം വന്ന അന്താരാഷ്ട്രീയ വേദികളിലും തിരുവനന്തപുരത്തെ ആശയും ആശങ്കയും ആവശ്യങ്ങളും എല്ലാം സംസാരിച്ചിട്ട് ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ സാധിക്കുക, ആരാണ് മന്ത്രിമാരെയും ഉദ്യോഗസ്ഥന്മാരെയും ആര് ഭരിക്കുകയാണെങ്കിലും അവരെ സ്വാധീനിച്ചിട്ട് തിരുവനന്തപുരത്തെ നന്മയ്ക്കും പുരോഗതിക്കും സഹായങ്ങൾ കൊണ്ടുവരിക. ഇതിൻ്റെ ഈ 10 വർഷക്കാലത്തിൻ്റെ എൻ്റെ റെക്കോർഡ് അവരുടെ മുമ്പിലുണ്ട്. അവർക്കറിയാം ഞാൻ അവരുടെ ഒപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇനി അടുത്ത 5 വർഷം അതേപോലെ സേവനം ചെയ്യാൻ തയ്യാറാണ്. തിരുവനന്തപുരം.